ഹായ് ഓൾ. ഇപ്പോൾ പൊതുവെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഭയമാണ് ഹാർട്ട് അറ്റാക്ക് ഭയം. പൊതുവായി വാക്സിൻ എടുത്ത ആളുകൾക്കാണ് ഈ ഭയം കൂടുതലുള്ളത്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത്തരം വാർത്തകളൊക്കെ അതിന് പിന്നാലെ വന്നിരുന്നു. ഇടയ്ക്കൊരു വാക്സിൻ പിൻവലിച്ചിട്ട് അതിന് കാരണമായി എഴുതിയതൊക്കെ രക്തം കട്ട പിടിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പിൻവലിച്ചത് എന്നൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തരം ആശങ്കകൾക്കൊന്നും ഒരർത്ഥമില്ല. പലപ്പോഴും നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസും ഞാൻ വാക്സിൻ എടുത്ത ആളാണെന്ന് ഭയപ്പെട്ട് പറയാറുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ എന്ത് തരം വിഷം നമ്മൾ കയറ്റിയാലും ഇത് പുറന്തള്ളി കളയാനുള്ളൊരു സിസ്റ്റം ശരീരത്തിലുണ്ട്. ചിലപ്പോൾ പനിച്ചിട്ടോ ഛർദ്ദിച്ചിട്ടോ എന്തെങ്കിലും ഒരു അസുഖമായിട്ടായിരിക്കാം അത് ആ വിഷം ശരീരം പുറന്തള്ളി കളയുന്നത്. ചിലപ്പോൾ വയറിളക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിന്നിൽ മുഴ വന്നിട്ട് അത് ചൊറിഞ്ഞ് പൊട്ടിയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ശരീരത്തിൽ കയറിയ ആ വിഷം ശരീരം പുറന്തള്ളുന്ന ആ സമയത്ത് അതിന് നമ്മളൊന്ന് അനുവദിച്ചു കൊടുത്താൽ മതിയാകും. ആ സമയത്ത് വീണ്ടും വീണ്ടും വിഷം മരുന്നായി കഴിച്ച് പ്രയാസപ്പെടുത്താതെ അക്യുപങ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തലാണ് കൂടുതൽ നന്നാകുക എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും ഇപ്പോൾ വാക്സിൻ എടുത്ത പല ആളുകളും കൂടുതൽ ശാരീരിക ക്ഷീണമോ അസ്വസ്ഥതയൊക്കെ വന്നിട്ട് പിന്നെ BP നോക്കി, പിന്നെ BP ആണ് അസുഖം എന്ന് വിചാരിച്ച് അതിന് കുറേ വിഷം കഴിച്ച് എല്ലാവരും പേടിക്കുന്നത് മരിക്കും എന്നല്ലേ. എന്തായാലും ഒരു സമയം എല്ലാവർക്കും ഉണ്ട്. ആ സമയത്ത് മാത്രമേ മരിക്കുള്ളൂ. മരണത്തിന് പ്രായം, രോഗം ഇങ്ങനെ യാതൊരു പരിഗണനയും ഉണ്ടാവില്ല. അത് ആ സമയത്ത് മാത്രമേ മരിക്കുള്ളൂ. രോഗി ചിലപ്പോൾ ഇവിടെ ഇരിക്കും, ഒരസുഖം ഇല്ലാത്ത ആളായിരിക്കും ആദ്യം മരിക്കുക. വല്യപ്പ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, കൊച്ചുമക്കളായിരിക്കും മരിക്കുക. അപ്പോൾ മരിക്കും എന്ന് പേടിച്ചിട്ട് ഒരു അസുഖത്തെയും ഭയക്കണ്ട എന്നതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് തരാനുള്ള സന്ദേശം. പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുന്നതിന് പകരം നാച്ചുറലായ ലൈഫ് സ്റ്റൈലിലേക്ക് മടങ്ങുക. അസുഖങ്ങൾ വരുന്ന സമയത്ത് നാച്ചുറലായ അക്യുപങ്ചർ ചികിത്സ പോലെയുള്ള ചികിത്സ സ്വീകരിക്കുക. താങ്ക്